ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേഗത്തിൽ വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാതവന്ദനത്തെ അറിയിക്കുന്നു. പ്രഭാതവചന ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ 119, 103 വാക്യം. തിരുവചനം എൻ്റെ എണ്ണാക്കിന് എത്ര മധുരം, അവ എൻ്റെ വായ്ക്ക് തേനിലും നല്ലത്. ദൈവഭയത്തിലും ഭക്തിയിലും ജീവിതയാത്രയിൽ മുന്നോട്ട് പോകുന്ന വിശ്വാസികളുടെ വഴികാട്ടിയാണ് തിരുവചനം. ദൈനംദിന ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല സാഹചര്യങ്ങളുടെയും നടുവിൽ ദൈവകൃപയോടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുവാൻ നിരന്തരമായ തിരുവചന ധ്യാനം നമ്മെ പ്രാപ്തരാക്കുന്നു. ഈ കാലയളവിൽ തിരുവചന ധ്യാനം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വായനാശീലം വളരെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. സോഷ്യൽ മീഡിയകളുടെ അതിപ്രസര നിമിത്തം മുന്നോട്ട് കടന്നു പോകാൻ കഴിയാതെ വായനയിൽ പലരും പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദരായി 1600 വർഷങ്ങൾ കാലയളവിൽ വിരചിക്കപ്പെട്ട തിരുവചനത്തിൻ്റെ രചയിതാക്കളിൽ രാജാക്കന്മാരും ചിന്തകന്മാരും കവികളും മുക്കുവന്മാരും വൈദികരും സാധാരണ ആൾക്കാരും ഈ രചയിതാവിൽ ഉൾപ്പെടുന്നു. വ്യത്യസ്ത തുറകളിലും ജീവിത നിലവാരങ്ങളിലുമുള്ള 40ഓളം രചയിതാക്കൾ 16 നൂറ്റാണ്ടുകളുടെ പല ഘട്ടങ്ങളിൽ ജീവിച്ചിരുന്നവരായിരുന്നിട്ടും അവർ രചിച്ച 66 പുസ്തകങ്ങൾ പരസ്പര ഖണ്ഡികങ്ങളായി, പരസ്പര പൂരകങ്ങളായി, പരിശുദ്ധാത്മ പ്രേരണയായി അവ വിരചിക്കപ്പെടുന്നു എന്ന് തെളിയിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഏതു ജീവിത നിലവാരത്തിലുള്ള മനുഷ്യനെയും തിരുവചനം ആകർഷിക്കുകയും വഴി നടത്തത്തക്ക നിലയിൽ പ്രാപ്തിയുള്ളതായി മാറിയ ഒരു വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിൾ. അവ തൻ്റെ ശത്രുക്കളെക്കാൾ തന്നെ ബുദ്ധിമാനാക്കുകയും ചെയ്യുന്നു എന്ന് സങ്കീർത്തനക്കാരൻ സാക്ഷീകരിക്കുന്നു. ദൈവവുമായി പറ്റി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ഭക്തന്മാർക്ക് തിരുവചനം തേനിനേക്കാളും അതിമധുരമാണ്. എന്തെന്നാൽ തിരുവചനത്തെ അനുസരിച്ച് മുന്നോട്ട് പോകുന്നവരെ അത് വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് ഉയർത്തിക്കൊണ്ടിരിക്കും. അവർക്ക് ദൈവവുമായി അലിഞ്ഞു ചേരുവാൻ അത് മുഖാന്തരമുളവാകുന്നു. സാത്താൻ്റെ തന്ത്രങ്ങളിൽ വീണുപോയ മനുഷ്യൻ്റെ അനുഭവങ്ങൾ വരച്ചു കാട്ടുന്ന തിരുവചനം ദൈവജനത്തിന് മാർഗദീപമാകുന്നു. അതുകൊണ്ട് പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ തിരുവചനം അത് പ്രതിദിനം വായിക്കുവാനും ധ്യാനിക്കുവാനും താങ്കൾക്ക് കഴിയാറുണ്ടോ? താങ്കളുടെ ആത്മീയ യാത്രയിൽ തിരുവചന ധ്യാനം പ്രതിനിധാനം ചെയ്യുന്നത് കർത്താവിനോട് കൂടി നടക്കുവാൻ തങ്ങളെ സഹായിക്കുമെന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? അതുകൊണ്ട് അനുദിനം ചില നിമിഷങ്ങൾ തിരുവചന ധ്യാനത്തിനായി നിങ്ങളുടെ ജീവിതം വേർതിരിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ വചനം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരണം. നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ഒഴിഞ്ഞു വെക്കണം. പ്രതിസന്ധികളുടെ നടുവിൽ ദൈവകൃപ നമ്മോടുകൂടി ഇരിക്കും, ദൈവസാന്നിധ്യം നമ്മോടുകൂടി ഇരിക്കും. ആ വചനം നമ്മെ വഴി നടത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ നടത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു. മാറാനാഥ.